ഒപ്പം തന്നെ പാക് അധീന കാശ്മീരിലെയും 9 ഇടങ്ങളാണ് പ്രധാനമായും സൈന്യം ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിട്ടത്. എന്താണ് ആ 9 ഇടങ്ങളുടെ പ്രത്യേകത? ഒപ്പം ആ ഇടങ്ങൾ ഏതൊക്കെ ഭീകരത്താവളങ്ങളാണ് ഉള്ളത്? എന്തായിരുന്നു ഈ സൈനിക നീക്കം? വിശദമായി പരിശോധിക്കാം. മനു ഭരത്ത് ചേരുന്നു. മനു, എന്താണ് നമ്മുടെ സൈനിക നീക്കത്തിൻ്റെ സങ്കീർണത? എന്തായിരുന്നു? എങ്ങനെയാണ് നമ്മളിത് സാധ്യമാക്കിയത്? സജിത്ത്, 9 കേന്ദ്രങ്ങളിൽ അറ്റ് എ ടൈം ഒരു ആക്രമണം നടന്നു എന്നതാണ് നമുക്കിന്ന് വ്യക്തമാകുന്നത്. അത് തീർത്തും അപ്രതീക്ഷിതമായ രീതിയിൽ നടന്നു എന്നതാണ്. നമുക്ക് അറിയാം, ആദ്യത്തെ പ്രധാന ആക്രമണം നടന്നത് മുസഫറാബാദിലാണ്. മുസഫറാബാദ് നമുക്കറിയാം പാക് അധിനിവേശപ്പെടുത്തി വെച്ചിരിക്കുന്ന കാശ്മീരിൻ്റെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ പാക് അധിനിവേശ കാശ്മീരിലുള്ള ഒരു പ്രദേശമാണ് കോട്ട്ലി, ഗുൽപൂർ, ബിംബേർ, സിയാൽകോട്ട്, മുറിദേക് എന്ന ഈ പ്രദേശം. അതുപോലെ ബഹാവൽപൂറും ചാക് അമ്രു എന്നീ പ്രദേശങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ സേന ശക്തമായ ആക്രമണം നടത്തി തീവ്രവാദികളെ വധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ കേന്ദ്രം ഈ ബഹാവൽപൂർ എന്ന് പറയുന്ന ഈ പ്രദേശമാണ്. അവിടെയാണ് ഏറ്റവും വലിയ ഒരു തീവ്രവാദ പരിശീലന കേന്ദ്രം ഉള്ളത്. അപ്പോൾ ഈ ബഹാവൽപൂരിലെ ഈ തീവ്രവാദ പരിശീലന കേന്ദ്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നത് ഒരു ഇന്ത്യൻ പദ്ധതിയായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അവിടെ ആ ഒരു ആക്രമണം നടത്തിയത്. അത് ഈ മാപ്പിൽ കാണുന്ന പോലെയല്ല. പഞ്ചാബ്, പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ആണ് ഈ ഭാഗം വരിക. മറ്റു ഭാഗങ്ങൾ നമ്മുടെ കാശ്മീർ, ഇന്ത്യയുടെ ഭാഗമായ കാശ്മീർ പാകിസ്ഥാൻ അധീനപ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഈ മുസഫറാബാദും അതുപോലെ കോട്ട്ലിയും ഒക്കെ ബിംബേറും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ബഹാവൽപൂരിൻ്റെ ഒരു സവിശേഷത, അത് അവിടെയാണ് ഏറ്റവും വലിയ ഒരു തീവ്രവാദ കേന്ദ്രം എന്ന് തകർത്തത്. അത് ഒരു 65 ഏക്കറിൽ വിസ്തീർണമുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ തീവ്രവാദ കേന്ദ്രം ഉണ്ട് എന്ന് പറയുന്നത്. അവിടെ ഈ മസൂദ് അസറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു തീവ്രവാദ കേന്ദ്രമാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇവിടെ പ്രവർത്തിച്ചത് എന്നാണ് ഈ ബഹാവൽപൂരിൻ്റെ ഒരു സവിശേഷത. മസൂദ് അസറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആഗോള ഭീകരനാണ്. ഐക്യരാഷ്ട്രസഭ തന്നെ ഇയാൾ ഒരു ആഗോള ഭീകരനാണെന്ന് മുദ്രകുത്തിയിട്ടുള്ളതാണ്. മാത്രവുമല്ല, ലോകമെമ്പാടുമുള്ള പല തീവ്രവാദ ആക്രമണങ്ങളിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ നമ്മുടെ കാശ്മീരിൽ വന്ന് ആൾമാറാട്ടം നടത്തി ഇയാൾ പിടിയിലായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് കാണ്ഡഹാർ വിമാനം റാഞ്ചിയ ഒരു ഘട്ടത്തിലാണ് ഇയാളെ വിട്ടു നൽകേണ്ട ഒരു ദുരവസ്ഥയുടെ. പിന്നീട് മടങ്ങി പാകിസ്ഥാനിലേക്ക് ചെല്ലുകയും വീണ്ടും ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സജീവമാകുകയും ചെയ്ത ആളാണ് അസർ എന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ മുർദിക്കാണ് മറ്റൊരു സുപ്രധാനമായ ഒരു കേന്ദ്രം. അത് അത്ര വിപുലമായ ഒരു പ്രദേശമല്ല. അവിടെ ഒരു ചെറിയ ഒരു തീവ്രവാദ കേന്ദ്രം, 10-16 ഏക്കറിനകത്തുള്ള ഒരു തീവ്രവാദ കേന്ദ്രമാണ് അവിടെ തകർത്തിട്ടുള്ളത് എന്നാണ്. ഈ മുർദിക്ക് എന്ന് പറയുന്നത് ലാഹോറിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു പ്രദേശമാണ്. അത് ലഷ്കർ ഇ തൈബയുടെ ഒരു പ്രധാന ആസ്ഥാനം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹാഫിസ് സയ്യിദ് എന്ന തീവ്രവാദി അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഈ മദ്രസയിലാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നത്. സിയാൽകോട്ടിലും ബിംബേറിലും കോട്ട്ലിയിലും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇവിടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. മുസഫറാബാദ് എന്ന് പറയുന്ന വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. പാക് അധിനിവേശ കാശ്മീരിൻ്റെ ഒരു പ്രധാന തലസ്ഥാന നഗരമായി ഒക്കെ പ്രവർത്തിക്കുന്നു. സിയാൽകോട്ടും അതുപോലെ വലിയ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണ്. സിയാൽകോട്ടിൽ ജനസാന്ദ്രത കൂടുതലാണ്. ബഹാവൽപൂർ നമുക്ക് അറിയാം, പാകിസ്ഥാനിലെ തന്നെ ഒരു ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള 10 സ്ഥലങ്ങളിൽ ഒന്നാണ് ബഹാവൽപൂറും. അതുപോലെ സിയാൽകോട്ടും വളരെ പ്രധാനപ്പെട്ട ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം ആണ്. ഇതിൽ ഈ ബാഗ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തു കൂടി ആക്രമണം നടന്നിട്ടുണ്ട്. ബാഗ് പ്രധാനമായും ഈ മുർദിക്ക് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് ഒരു 80 മുസഫറാബാദിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരെയാണ് ഈ ബാഗ് എന്ന പ്രദേശം നടക്കുന്നത്. അപ്പോൾ ബിംബേർ, ചാക്കമ്രു, ബാഗ്, കോട്ട്ലി, സിയാൽകോട്ട്, മുസഫറാബാദ്, ബഹാവൽപൂർ, മുർദിക്, ഗുൽപൂർ എന്നീ 9 കേന്ദ്രങ്ങളിൽ ആണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ബഹാവൽപൂർ ആകട്ടെ ഏറ്റവും താഴെ നമുക്ക് ഇവിടെ ഈ ഡെസേർട്ട് ഏരിയയ്ക്ക് സമീപമായിട്ടാണ്, രാജസ്ഥാന് സമീപമായി വരുന്ന ഈ ചോളിസ്റ്റിക് ഡെസേർട്ടിൻ്റെ ഒരു അതിർത്തിയിലേക്കാണ് ഈ ബഹാവൽപൂർ വരുന്നത്. അങ്ങനെ വളരെ തന്ത്രപ്രധാനമായ ആ സ്ഥലത്ത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യക്കുള്ളിലാണ് ഈ തീവ്രവാദ കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നത്. അതാണ് വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ഗുൽപൂർ എന്ന് പറയുന്നത്
നമ്മുടെ പാക് അധിനിവേശ കശ്മീരിന് അകത്ത് വരുന്നതാണ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിപ്പിക്കുകയും അത് ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടായി ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കേന്ദ്രമാണ്. ബഹാവൽപൂറാണ് ഈ എല്ലാ ഘട്ടങ്ങളിലും ആദ്യ ഘട്ടത്തിന് ഈ തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രമായി പാകിസ്ഥാൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി പ്രധാന കേന്ദ്രങ്ങൾ എല്ലാം തന്നെ ബഹാവൽപൂറും ഈ ചാക് അമ്രുവും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഉള്ള എല്ലാ കേന്ദ്രങ്ങളും പ്രധാനമായും പാക് അധിനിവേശ കശ്മീരിന് അകത്ത് തന്നെയാണ്. അവിടെ ഈ മുസഫർബാദിൽ ഈ ആനുവൽ ജിഹാദി കോൺഫറൻസ് ഒക്കെ നടന്ന ഒരു സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ വന്നിരുന്നു. അത്തരത്തിൽ അവിടെ തീവ്രവാദ ആക്രമണത്തിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും കൊടുക്കുന്ന ഒരു പ്രദേശമായാണ് ആ സ്ഥലത്തെ അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള രണ്ട് സുപ്രധാന സ്ഥലങ്ങൾ ഇന്നത്തെ ആക്രമണത്തിൽ ഇന്ത്യ തകർത്തിരിക്കുന്നു. ഒന്ന് ഈ മുർദിക് എന്ന് പറയുന്ന ലഷ്കർ ഇ തൈബയുടെ ഒരു പ്രധാന ആസ്ഥാനം, ഒപ്പം ഈ ബഹാവൽപൂർ എന്ന് പറയുന്ന മസൂർ അസറിൻ്റെ ഒരു കേന്ദ്രം. ഈ രണ്ട് സ്ഥലങ്ങളാണ് പ്രധാനമായും തകർത്തിരിക്കുന്നത്. ബഹാവൽപൂർ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാന കേന്ദ്രമാണ്. പിന്നീട് അവിടെ ഈ മസൂദ് അസറിനെ നമ്മൾ IC-814 എന്ന ഇന്ത്യൻ വിമാനം റാഞ്ചി 1999 അവിടെ ആളുകളെ അഫ്ഗാനിസ്ഥാനിൽ കണ്ടഹാറിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ആ വിമാനത്തിൽ വിലപേശൽ നടത്തുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് ഈ പിടികൂടിയ ഈ തീവ്രവാദിയെ വിട്ടയക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. അത് പിന്നീട് രാജ്യത്തിന് വലിയ തലവേദനയാവുകയും ചെയ്തു. ഇന്ത്യ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദ്ധതി രാഷ്ട്രത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരം ഒരു പേര് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഇട്ടിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മുടെ ഈ തീവ്രവാദികൾ നമ്മുടെ സഞ്ചാരികളെ, അവരുടെ സ്ത്രീകളെ മാറ്റി നിർത്തുകയും അവരുടെ പുരുഷന്മാരെ, അത് കൂട്ടത്തിലെ പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സ്ത്രീകളുടെ അഭിമാനം എന്ന തരത്തിലാണ് സിന്ദൂർ ഉപയോഗിക്കുന്നത്. ആ സിന്ദൂർ എന്ന പേര് നൽകുന്നതിലൂടെ രാജ്യത്തിൻ്റെ അഭിമാനവും, അതുപോലെ ഈ ഹിന്ദുക്കൾ ആണോ എന്ന് ചോദിച്ചാണല്ലോ വെടിയുതിർത്തത്. അപ്പോൾ അത്തരത്തിൽ ഒരു രാജ്യത്തിൻ്റെ പൈതൃകം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേരിട്ടുകൊണ്ടാണ് 9 കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയത്. ഈ 9 കേന്ദ്രങ്ങളും വളരെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ്. നേരത്തെ തന്നെ സൈന്യം ഇത് നോക്കി വച്ചിരുന്ന പ്രദേശങ്ങളാണ്. മുസഫർബാദിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി നമുക്കറിയാവുന്ന ഒരു കാര്യം, മുസഫർബാദ് ഈ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ വലിയൊരു കേന്ദ്രമായി ആദ്യഘട്ടത്തിൽ തന്നെ മാറിയിരുന്നു. അവിടെ ഈ ജിഹാദി കോൺഫറൻസ് ഉൾപ്പെടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ രണ്ട് ഭീകരന്മാർ ഈ രണ്ട് സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ബഹാവൽപൂറിലും മുസഫർബാദിലും അവിടെ യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയും ഈ തീവ്രവാദ ആക്രമണത്തെ സംബന്ധിച്ചുള്ള പരസ്യ പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്ത ഒട്ടനവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ചുള്ള ഒരു ആക്രമണം നടത്തിയത്. അതേസമയം പാകിസ്ഥാൻ്റെ സൈനിക ഇൻസ്റ്റലേഷനുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം അവിടെ ഈ സൈനിക ആക്രമണങ്ങൾക്ക് നേരെയല്ല, തീവ്രവാദികൾക്ക് നേരെയുള്ളൊരു ആക്രമണമാണ് നടക്കുന്നത്. ഇതാണ് ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ പ്രധാനമായും വെക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം പൂഞ്ച് രജൌരി സെക്ടറിൽ ആക്രമണം, അങ്ങോട്ട് ആർട്ടിലറി ഫയറിംഗ് നടക്കുന്നുണ്ട്. പൂഞ്ച് രജൌരി സെക്ടറിൽ ശക്തമായ ഒരു തിരിച്ചടി സൈന്യം നൽകുന്നുണ്ട്. അപ്പോൾ ഉറിയിലും തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം. മുഴുവൻ ഈ അന്താരാഷ്ട്ര അതിർത്തി മുഴുവൻ ഈ വ്യോമസേന വളരെ ശക്തമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ആ വ്യോമസേന ശക്തമായ നിരീക്ഷണം നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യോമസേന ജാഗ്രത പുലർത്തണമെന്ന് എല്ലാ യൂണിറ്റുകളോടും അഭ്യർത്ഥിക്കുന്നു. മാത്രമല്ല, ഇത് ഒരു സേനാ വിഭാഗത്തിൻ്റെ മാത്രം ആക്രമണമായല്ല പ്ലാൻ ചെയ്യുന്നത്. സേനാ മേധാവികൾ ഒരുമിച്ചിരിക്കുന്നു, കൂട്ടായി ആലോചിക്കുന്നു, സംയുക്തമായി ആക്രമണം നടത്തുക എന്ന രീതിയാണ്. ഏതായാലും പാകിസ്ഥാൻ്റെ ഇൻ്റർ സർവീസ് പബ്ലിക് റിലേഷൻസിൻ്റെ ഡയറക്ടർ ജനറൽ ലഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൗധരി വ്യക്തമാക്കുന്നത്, ആക്രമണം നടന്നു എന്ന് ആദ്യം സ്ഥിരീകരിച്ചതും ISPRൻ്റെ ഡയറക്ടർ ജനറലാണ്. ആദ്യം വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ആദ്യം പറഞ്ഞത് കോട്ലിയിൽ ആക്രമണം നടന്നു, പിന്നെ ബഹാവൽപൂരിൽ ആക്രമണം നടന്നു എന്ന് വ്യക്തമാക്കി. പിന്നീടാണ് മുർദിക്കിൽ ആക്രമണം നടന്നതെന്നും പിന്നീട് മുസഫർബാദിൽ ആക്രമണം നടന്നുവെന്നും വ്യക്തമാക്കിയത്. സോ അങ്ങനെ ഈ സ്ഥലങ്ങളിൽ ആക്രമണം നടന്നതിന് ശേഷമാണ് ഇന്ത്യ 9 കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണം ഒരേ സമയത്ത് നടത്തി എന്ന വിവരങ്ങൾ പുറത്തുവിടുന്നത്. അത് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നത് എന്ന ഒരു വിവരമാണ് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്നത്.